ഒരു ദിവസം യേശു തൻ്റെ ചുറ്റും കൂടിയിരുന്ന ജനങ്ങളോട് ഒരു മനോഹരമായ ഉപമ പറഞ്ഞു. ഒരു ഇടയന് 100 ആടുകളുണ്ടായിരുന്നു. അവൻ ഓരോ ആടിനെയും വളരെ സ്നേഹിച്ചിരുന്നു. എല്ലാ ആടുകളെയും സുരക്ഷിതമായി പച്ചപ്പുള്ള മേൽപ്പുറങ്ങളിലേക്ക് അവൻ നയിക്കുമായിരുന്നു. എന്നാൽ ഒരു ദിവസം ആ 100 ആടുകളിൽ ഒരെണ്ണം കൂട്ടത്തിൽ നിന്ന് അകന്നുപോയി. അത് വഴിതെറ്റി മലഞ്ചെരിവുകളിലേക്കും പാറക്കെട്ടുകൾക്കിടയിലേക്കും ഒറ്റയ്ക്ക് നടന്നു. മറ്റുള്ള ആടുകൾക്കൊപ്പം ഇല്ലെന്ന് അത് തിരിച്ചറിഞ്ഞില്ല. സന്ധ്യയായി. ഇരുട്ട് പതിയെ വീണു തുടങ്ങി. ഒറ്റപ്പെട്ട ആട്ടിൻകുട്ടി ഭയന്നുപോയി. ചുറ്റും ആരുമില്ല. അത് സഹായത്തിനായി നിസ്സഹായമായി ശബ്ദമിട്ടു. നല്ല ഇടയൻ കാണാതായ ആടിനെ ഓർത്തു. അവൻ 99 ആടുകളെ സുരക്ഷിതമായി വിട്ടിട്ട് ആ ഒരേ ഒരു ആടിനെ അന്വേഷിച്ച് പുറപ്പെട്ടു. മലകളും താഴ്വരകളും കടന്ന് അവൻ സ്നേഹത്തോട് തിരഞ്ഞു. ഒടുവിൽ ഒരു പാറക്കെട്ടിനരികിൽ ഭയന്നു നിൽക്കുന്ന ആട്ടിൻകുട്ടിയെ അവൻ കണ്ടെത്തി. ഇടയനെ കണ്ടപ്പോൾ ആട്ടിൻകുട്ടിക്ക് ആശ്വാസമായി. ഇടയൻ അതിനെ ശകാരിച്ചില്ല. സ്നേഹത്തോടെ അതിൻ്റെ അടുത്തേക്ക് ചെന്നു. നല്ല ഇടയൻ ആട്ടിൻകുട്ടിയെ തൻ്റെ തോളിലേറ്റി. അവൻ്റെ മുഖത്ത് സന്തോഷം നിറഞ്ഞിരുന്നു. കാണാതായ ആടിനെ തിരികെ കണ്ടെത്തിയ സന്തോഷത്തോടെ അവൻ വീട്ടിലേക്ക് മടങ്ങി. വീട്ടിലെത്തിയ ശേഷം അവൻ തൻ്റെ സുഹൃത്തുക്കളെയും അയൽക്കാരെയും വിളിച്ചുകൂട്ടി പറഞ്ഞു, എന്നോടൊപ്പം സന്തോഷിക്കൂ, കാണാതായ എൻ്റെ ആടിനെ ഞാൻ കണ്ടെത്തിയിരിക്കുന്നു. എല്ലാവരും ഒരുമിച്ച് സന്തോഷിച്ചു. ഈ ഉപമയിലൂടെ യേശു നമ്മെ ഒരു വലിയ സത്യം പഠിപ്പിക്കുന്നു. ദൈവത്തിൻ്റെ കാഴ്ചയിൽ ഓരോ മനുഷ്യനും വിലപ്പെട്ടവനാണ്. ആരെങ്കിലും വഴിതെറ്റിപ്പോയാലും അവനെ സ്നേഹത്തോടെ അന്വേഷിച്ച് തിരികെ കൂട്ടിക്കൊണ്ടുവരാൻ ദൈവം ആഗ്രഹിക്കുന്നു. അതാണ് നല്ല ഇടയനായ യേശുവിൻ്റെ അനന്തമായ സ്നേഹം. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, വഴിതെറ്റിപ്പോകുന്ന ഓരോരുത്തരെയും അങ്ങയുടെ സ്നേഹത്തിലേക്ക് തിരികെ വിളിക്കണമേ. ഞങ്ങളും എന്നും അങ്ങയുടെ ശബ്ദം കേട്ട് അങ്ങയെ പിന്തുടരുവാൻ കൃപ നൽകണമേ. ആമേൻ. ഞാനാണ് നല്ല ഇടയൻ.